കഴുകി ശുദ്ധിയാക്കുവിൻ, പാപങ്ങൾ കഴുകി ശുദ്ധിയാക്കുവിൻ, അല്ലാഹുവിന്റെ മഹത്വം മനസ്സിലാക്കുവിൻ. ഖുൽ ഇന്നകും ലതക്ഫുറൂന ബില്ലദീ ഖലഖൽ അർള ഫീ യൗമൈൻ വതജ്അലൂന ലഹു അൻദാദാ ذلك رب العالمين. അല്ലാഹുവിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? അവനല്ലയോ ആകാശഭൂമികളെ പടച്ചത്? ഭൂമിയെ 2 ഘട്ടങ്ങളായി പടച്ചത് അല്ലാഹുവല്ലേ? ثم استوى إلى السماء وهي دخان وجعل فيها رواسي من فوقها وبارك فيها وقدر فيها أقواتها في 4 أيام سواء للسائلين. ഭൂമി പടക്കുകയും ഭൂമിയിൽ പർവ്വതങ്ങൾ വിരിക്കുകയും അവിടെ ഭക്ഷണം, മനുഷ്യന് ആവശ്യമായ കൃഷി, സസ്യങ്ങൾ, ധാന്യങ്ങൾ എല്ലാം 4 ഘട്ടങ്ങളിലായി പടക്കുകയും ചെയ്ത അല്ലാഹുവിനെ നിങ്ങൾ നിഷേധിക്കുകയാണോ? فقال لها وللأرض ائتيا طوعا أو كرها قالتا أتينا طائعين. ആകാശഭൂമികളോട് നിങ്ങൾ അനുസരിച്ചു വരുന്നോ അതല്ല നിർബന്ധപൂർവ്വം വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അല്ലാഹുവേ, നിന്നനുസരിച്ചുകൊണ്ട് ഞങ്ങളിതാ നിന്റെ മുമ്പിലേക്ക് വരുന്നു. 2 ഘട്ടങ്ങളിലായി 7 ആകാശങ്ങളെ പടച്ചവനാണ് അല്ലാഹു. ഓരോ ആകാശത്തിന്റെയും കാര്യങ്ങൾ നിർണയിച്ചു കൊടുത്തവനാണ് അല്ലാഹു. ആകാശലോകങ്ങൾക്ക് ചമൽക്കാരമായി നക്ഷത്രങ്ങളെ വിരാജിച്ചവനാണ് അല്ലാഹു. മനുഷ്യന്റെ സംരക്ഷണമായി ഓസോൺ ലെയറുകൾ പോലെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കിയവനല്ലയോ അല്ലാഹു. ഇതൊക്കെ ചെയ്ത അല്ലാഹുവിൽ നിന്ന് മുഖം തിരിച്ചു പോവുകയാണെങ്കിൽ പറഞ്ഞു കൊടുക്കൂ നബിയേ, അൻദർതുകും സാഇഖതൻ മിസ്ല സാഇഖതി ആദിൻ വസമൂദ്. ആദ് സമൂദ് ഗോത്രങ്ങളെ നശിപ്പിച്ച പോലെ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പിടികൂടാൻ പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്ത അല്ലാഹുവിനെയാണോ നിങ്ങൾ നിഷേധിക്കുന്നത്? ഈ അല്ലാഹുവിൽ നിന്നാണോ നിങ്ങൾ മുഖം തിരിച്ചു കളയുന്നത് എന്ന് ചോദിക്കുന്നതിനെ സൂറത്ത് ഫുസ്സിലത്ത് വിധങ്ങൾ പറയുമായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ബുഖാരിയും മുസ്ലിം തങ്ങളും ഉദ്ധരിച്ച ഹദീസിൽ കാണാം, അല്ലാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന മലാഖമാരുടെ എണ്ണം എത്രയാണ്? കഅബയുടെ നേർമുകളിലായി 7ാം ആകാശത്തിന്റെ മുകളിൽ ഒരു കഅബയുണ്ട്. ആ വീടിന്റെ പേര് ബൈത്തുൽ മഅമൂർ എന്നാണ്. അൽ ബൈത്തുൽ മഅമൂർ. ആ വീട്ടിലേക്ക് കയറി വരുന്നത്, ആ കഅബാലയത്തെ തവാഫ് ചെയ്യുന്നത്, ആകാശലോകത്തെ ബൈത്തുൽ മഅമൂറിനെ ഒരു ദിവസം തവാഫ് ചെയ്തു പോകുന്നത് 70,000 മലക്കിൻ, 70,000 മലാഖമാരാണ്. ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം വരുന്നത് പുതിയ 70,000, പിറ്റത്തെ ദിവസം പുതിയ 70,000. അങ്ങനെ ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ബൈത്തുൽ മഅമൂറിനെ ഓരോ ദിവസവും 70,000 പുതിയ മലക്കുകൾ വന്ന് തവാഫ് ചെയ്യുന്നുണ്ട്. ഒരിക്കൽ തവാഫ് ചെയ്ത മലക്കുകൾ അങ്ങോട്ട് തിരിച്ചു വരാറില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലാഖമാരുടെ എണ്ണം എത്രയാണ്? നമ്മളാരും ഇബാദത്ത് ചെയ്തില്ലെങ്കിലും അല്ലാഹുവിന്റെ ഇബാദത്ത് നടക്കുന്നുണ്ട്. ആകാശലോകങ്ങളിൽ 4 വിരലുകൾ വെക്കാനുള്ള സ്ഥലം ആകാശലോകത്തില്ല. ഇല്ലാവ മലക്കുൻ സാജിദ്, സുജൂദ് ചെയ്യുന്ന മലക്ക് ഇവിടെയുണ്ട്. റുകൂഇൽ കിടക്കുന്ന മലക്കുണ്ട്. അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്ന മലക്കുകളുണ്ട്. ആകാശലോകത്ത് 4 വിരൽ വെക്കാനുള്ള സ്ഥലമില്ലെന്ന് മിഅ്റാജിന്റെ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നലില്ലാഹി മലായികതൻ സുഫൂഫാ. നമ്മുടെ കണ്ണുകൾക്ക് കാണാൻ കഴിയാത്ത ഒരു ലോകത്ത് ജീവിക്കുന്ന മലാഖമാർ സഫായി
അള്ളാഹു പടച്ചേണം മുതൽ അള്ളാഹു എന്ന് സൃഷ്ടിച്ചുവോ അവിടം മുതൽ ഒരിക്കലും തെന്നിമാറാതെ ഒരേ സഫിലായി റുകൂഇൽ കിടക്കുന്ന മലക്കുകളുണ്ട്, സുജൂദിൽ കിടക്കുന്ന മലക്കുകളുണ്ട്. ലോകാവസാനമാകുമ്പോഴാണ് തല ഉയർത്തുന്നത്. തല ഉയർത്തിക്കഴിഞ്ഞാൽ അതീശാധിപത്യനായ അല്ലാഹുവിന്റെ തിരുദാത്ത് കാണുകയും ചെയ്യുമ്പോൾ അവര് കരയുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഖാലു, ആ മലാക്കമാർ പറയുന്നത്, സുബ്ഹാനക മാ അബദ്നാക ഹഖ്ക ഇബാദതിക, അല്ലാഹുവേ നിന്റെ പരിശുദ്ധി ഞങ്ങൾ വാഴ്ത്തുന്നു റബ്ബേ. സുബ്ഹാനക, നിന്നെ വേണ്ട വിധം ഇബാദത്ത് ചെയ്യാൻ ഞങ്ങളെ കൊണ്ടായിട്ടില്ല പടച്ചവനെ. ഇവിടെ സൃഷ്ടിച്ചേടം മുതൽ ഖിയാമത്ത് നാൾ വരെ സുജൂദിൽ തന്നെ കിടക്കുന്ന മലക്കുകൾ ലോകാവസാനമാകുമ്പോൾ തലയുയർത്തിയാൽ അല്ലാഹുവിനോട് പറയുന്നത്, റബ്ബേ വേണ്ട വിധം നിന്നെ ആരാധിക്കാൻ ഞങ്ങളെ കൊണ്ടായിട്ടില്ലെന്നാണ്. മുഅ്മിനേ, ഞാനും നിങ്ങളും ചെയ്യുന്ന ഇബാദത്തുകൾ എത്ര തുച്ഛമാണ്, എത്ര സമയമാണ് നമ്മുടെ ജീവിതത്തിൽ അല്ലാഹുവിന് വേണ്ടി മാറ്റിവെച്ചത്. നമ്മുടെ ഒഴിവൊക്കെ കഴിയുമ്പോ, നമ്മുടെ തിരക്കൊക്കെ തീരുമ്പോ ഒന്ന് കുമ്പിടുകയാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖി, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖി, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്. തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണെന്ന് 3 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വലാത്തു മൻ യാ റസൂലല്ലാഹ്, ആരുടെ നിസ്കാരമാണ് നബിയെ അത്? ആരുടെ നിസ്കാരമാണ്? തങ്ങൾ പറയുന്നു, അസ്റിന്റെ സമയമായിട്ടും നിസ്കരിക്കാതെ ഇപ്പോഴും സൂര്യൻ അസ്തമിച്ചില്ലല്ലോ, സമയമുണ്ടല്ലോ നിസ്കരിക്കാൻ. സൂര്യൻ അസ്തമിച്ചിട്ടില്ലല്ലോ, ഇനിയും സമയമുണ്ടല്ലോ, അസ്റിന്റെ നേരമുണ്ടല്ലോ എന്നിങ്ങനെ അസ്ർ നിസ്കരിക്കാതെ കാത്തിരുന്ന് സൂര്യൻ അസ്തമിക്കാൻ പോകുന്ന നേരം പിശാചിന്റെ 2 കൊമ്പുകൾക്കിടയിലാണ് അസ്തമിക്കുന്നതെന്ന് ഗൈബിന്റെ ലോകത്തെ കാര്യം നബി തങ്ങൾ വിവരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂര്യൻ അസ്തമിക്കാൻ പോകുമ്പോൾ അതുവരെ കാത്തിരുന്ന് സമയമുണ്ടല്ലോ, ഇനിയും നേരമുണ്ടല്ലോ എന്ന് പറഞ്ഞ് അസ്ർ നിസ്കരിക്കാതെ അസ്ർ പിന്തിച്ച് സൂര്യൻ ചമന്നു കഴിയുമ്പോ, ആകാശത്ത് ചുമപ്പ് നിറം വരുമ്പോ, മഗ്രിബിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങുമ്പോ കോഴി അതിന്റെ ധാന്യമണികൾ കൊത്തിപ്പെറുക്കുന്ന പോലെ 4 കൊത്തവൻ കൊത്തുന്നു. 4 റക്അത്ത്. ലാ യദ്കുറുല്ലാഹ ഫീഹി ഇല്ലാ ഖലീലാ, വളരെ കുറച്ചു മാത്രമേ ആ നിസ്കാരത്തിൽ അവൻ അല്ലാഹുവിനെ പറ്റി ഓർക്കുന്നുള്ളൂ. അങ്ങനെ വളരെ പെട്ടെന്ന് 4 കൊത്തുന്ന പോലെ അസ്റിന്റെ നിസ്കാരം, അസ്റിന്റെ നേരം മഗ്രിബിന്റെ മുമ്പായിട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞ് പിന്തിച്ച് ആകാശത്ത് ചമപ്പ് നിറം വന്ന കറാഹത്തിന്റെ നേരമാകുന്ന സമയത്ത് 4 കൊത്തുന്നു അവൻ. ലാ യദ്കുറുല്ലാഹ ഫീഹി ഇല്ലാ ഖലീലാ, അവൻ അല്ലാഹുവിനെ ഓർത്തുവോ, അവൻ അല്ലാഹുവിനെ പറ്റി ചിന്തിച്ചുവോ? ഈ കൊത്തിൽ അവൻ എത്രയാണ് അല്ലാഹുവിനെ ഓർത്തത്? ആ നിസ്കാരം തിൽക സ്വലാത്തുൽ മുനാഫിഖ്, അത് മുനാഫിഖിന്റെ നിസ്കാരമാണ്, മുഅ്മിനിന്റേതല്ല, കപടവിശ്വാസിയുടേതാണ്. അത് കാപട്യത്തിന്റെ അടയാളമാണ്, അത് കപടവിശ്വാസിയുടെ നിസ്കാരമാണെന്ന് 3 തവണയാണ് ഹബീബ് അല്ലാഹുവിന്റെ വിഷയത്തിൽ അലംഭാവം കാണിക്കുന്നവരെ സംബന്ധിച്ച് പറഞ്ഞത്. അല്ലാഹു നമ്മുടെ നിസ്കാരങ്ങൾ സ്വീകരിക്കട്ടെ, അതിൽ അപാകതകൾ അല്ലാഹു പരിഹരിക്കട്ടെ, അതിലെ തെറ്റുകൾ അല്ലാഹു മാപ്പ് തരട്ടെ. നരകത്തിലേക്ക് പോകുന്ന ആളുകളെ അല്ലാഹു തആല കാരണം പറഞ്ഞത് അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ അവർ മനസ്സിലാക്കിയില്ല എന്നാണ്. നിസ്കരിച്ചില്ല എന്നോ, അല്ലെങ്കിൽ അവർ കുറെ നേരം നിസ്കരിച്ചില്ല എന്നോ, അവര് കുറെ തെറ്റുകൾ ചെയ്തെന്നോ, അതൊക്കെയാണ് അവർ ചെയ്തതെങ്കിൽ പോലും കാരണം പറഞ്ഞത് അല്ലാഹുവിനെ ഗൗനിക്കേണ്ട വിധത്തിൽ അവർ ഗൗനിച്ചിരുന്നില്ല. അതാണല്ലോ മൂലകാരണം. അല്ലാഹുവിനെ ഗൗനിക്കേണ്ട വിധത്തിൽ ഗൗനിച്ചില്ല. والأرض جميعا قبضته يوم القيامة والسماء
മത്വിയാതുൻ ബിയമീനിഹി സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ആരാണ് അല്ലാഹു? അല്ലാഹുവിന്റെ അധികാരം നാളെ ഭൂമി മുഴുവനും അല്ലാഹുവിന്റെ ഖുദ്റത്തിന്റെ കരങ്ങളിലാണ്. അല്ലാഹുവിന്റെ യമീനിൽ അല്ലാഹു ആകാശലോകത്തെ ചുരുട്ടിപ്പിടിക്കുന്നവനാണ്. അല്ലാഹുവിന്റെ കരങ്ങളിൽ യമീന് മാത്രമേ ഉള്ളൂ. അല്ലാഹുവിന്റെ ഖുദ്റത്ത്, അവന്റെ ശക്തിയിൽ ആകാശലോകങ്ങളെ ചുരുട്ടിപ്പിടിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വതആല അമ്മാ യുശ്രികൂൻ. ഈ അല്ലാഹുവിനെ വേണ്ട വിധത്തിൽ അവർ ഗൗനിച്ചില്ല എന്ന് അല്ലാഹു നമ്മളോട് പറയുന്നൊരു നേരം വമാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അല്ലാഹു നമുക്ക് അവനെ ഗൗനിക്കേണ്ട വിധത്തിൽ ഗൗനിക്കാനുള്ള തൗഫീഖ് തരട്ടെ. അല്ലാഹുവിന്റെ അളമത്തും മഹത്വവും അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.